2022 മാർച്ച് മാസത്തിൽ നടന്ന സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി ബയോളജി മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോട്ടണി ഭാഗത്തെ ക്വസ്റ്റ്യൻസും ആൻസറുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡ് ഇയർ ആനുവൽ എക്സാമിനേഷന് തൊട്ട് മുമ്പ് നടക്കുന്ന ഈ മോഡൽ എക്സാമിനേഷൻ്റെ അതേ മോഡലിലായിരിക്കും ആനുവൽ എക്സാമിനേഷൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എ ബോട്ടണി ഭാഗം, അതിന് മാക്സിമം സ്കോർ 30, ടൈം ഡ്യൂറേഷൻ 1 hour. ബോട്ടണിയിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ 4 പാർട്ടുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4. ഇതിൽ ആദ്യത്തെ 3 പാർട്ടുകളിൽ സബ്സെക്ഷൻ എ, സബ്സെക്ഷൻ ബി എന്നിങ്ങനെ തിരിച്ചാണ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പാർട്ട് 4ൽ സബ്സെക്ഷൻസ് ഒന്നുമില്ല. പാർട്ട് 1 സബ്സെക്ഷൻ എയിൽ 4 ചോദ്യങ്ങളുണ്ട്. 3 എണ്ണം ഉത്തരം എഴുതണം. ഓരോ മാർക്ക് വെച്ച് 3 മാർക്ക്. ബിയിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 6, ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഇവിടെ ചോയ്സ് ഒന്നുമില്ല, 2 ചോദ്യങ്ങൾ ഓരോ മാർക്ക്. പാർട്ട് 2ൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, 2 എണ്ണം ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വെച്ച്. പാർട്ട് 2 ബി പാർട്ടിൽ 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, 2 എണ്ണം ഉത്തരം എഴുതണം. ആൻസർ എനി 2 questions from 10 to 13, ഈച്ച് ക്യാരീസ് 2 scores. പാർട്ട് 3 എയിൽ ആൻസർ എനി 3 questions from 14 to 17, ഈച്ച് ക്യാരീസ് 3 scores. 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, 3 എണ്ണത്തിനും ഉത്തരം എഴുതണം, 3 മാർക്ക് വെച്ച്. പാർട്ട് 3യുടെ ബിയിൽ 1 ചോദ്യമേ ഉള്ളൂ, അതിന് 3 സ്കോർ, അതിൻ്റെ ഉത്തരം എഴുതണം. പാർട്ട് 4ൽ 2 ചോദ്യങ്ങൾ, 1 ചോദ്യത്തിന് ഉത്തരം എഴുതണം, 5 മാർക്ക്. മൊത്തം ബോട്ടണിയിൽ 30 മാർക്ക്. ക്വസ്റ്റ്യൻ ഭാഗങ്ങളിലേക്ക് കടക്കാം. പാർട്ട് 1 എ സബ്സെക്ഷൻ, ആൻസർ എനി 3 questions from 1 to 4, ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 4 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. Question 1. Observe the relationship of the first pair and fill in the blank. ഒന്നാമത്തെ ജോഡി നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. റെസ്ട്രിക്ഷൻ എൻസൈം കട്ടിംഗ് ഓഫ് DNA. റെസ്ട്രിക്ഷൻ എൻസൈം DNA മുറിക്കൽ. ഡാഷ് ജോയിനിങ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ഡാഷ് DNA കഷ്ണങ്ങളെ കൂട്ടിച്ചേർക്കൽ. ആൻസർ DNA മുറിക്കാനായിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DNA ഫ്രാഗ്മെൻറ്റ്സ് ജോയിൻ ചെയ്യുന്നതിന് ലിഗേസസ്, മോളിക്കുലാർ ഗ്ലൂ ആയിട്ട് ഉപയോഗിക്കുന്ന ലിഗേസസ് ആണ് ഉപയോഗിക്കുന്നതെന്നും പഠിച്ചിട്ടുണ്ട്. അതിനാൽ ഉത്തരം ലിഗേസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ചൂസ് ദി കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. The single cotyledon of monocotyledons are called dash. ഏകബീജപത്ര സസ്യങ്ങളിലെ ബീജപത്രമാണ് ഡാഷ്. ഓപ്ഷൻസ്: പ്ലൂമ്യൂൾ, റാഡിക്കിൾ, സ്ക്യൂട്ടല്ലം, കോളിയോറൈസ. ആൻസർ സ്ക്യൂട്ടല്ലം. ഏകബീജപത്ര സസ്യങ്ങളിലെ ഒറ്റ ബീജപത്രത്തിന് പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 3. നെയിം ദി അസോസിയേഷൻ ബിറ്റ്വീൻ ഫംജൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഫംഗസും ഉയർന്ന തരം സസ്യങ്ങളുടെ വേരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരെഴുതുക. ആൻസർ മൈക്കോറൈസ. മൈക്കോ എന്ന് പറഞ്ഞാൽ ഫംഗസ്, റൈസ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു റൂട്ട്സ്. സോ ഫംഗസ് ഇൻ അസോസിയേഷൻ വിത്ത് റൂട്ട്സ് ഈസ് കോൾഡ് മൈക്കോറൈസ. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇക്വേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട സമവാക്യം? എ GPP പ്ലസ് R ഈക്വൽസ് NPP. ബി NPP മൈനസ് R ഈക്വൽസ് GPP. സി GPP പ്ലസ് NPP ഈക്വൽസ് R. ഡി GPP മൈനസ് R ഈക്വൽസ് NPP. ആൻസർ: ഈ സമവാക്യത്തിൽ GPP എന്നാൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, R എന്നാൽ റെസ്പിറേഷൻ,
NPP എന്നാൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും റെസ്പിറേഷൻ വഴിയുള്ള നഷ്ടം കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതിനാൽ ഉത്തരം ഓപ്ഷൻ ഡി GPP - R = NPP. Part 1 B section. Answer all questions from 5 to 6. Each carries 1 score. 5 മുതൽ 6 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക, ഒരു സ്കോർ വീതം. അഞ്ചാമത്തെ ചോദ്യം, fill in the blank. Animals that have their DNA altered and express a foreign gene are known as dash. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അന്യ DNA വഹിക്കുന്നതിനും പ്രകടമാക്കുന്നതിനുമായി ജനിതക മാറ്റം വരുത്തിയ ജീവികളെ ഡാഷ് എന്ന് പറയുന്നു. ജനിതക മാറ്റം വരുത്തിയ അനിമൽസിനെ, ജനറ്റിക്കലി മോഡിഫൈഡ് അനിമൽസിനെ ട്രാൻസ്ജീനിക് അനിമൽസ് എന്ന് വിളിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6. ചൂസ് ദി കറക്റ്റ് ആൻസർ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ദി പ്രൊട്ടക്റ്റീവ് ഔട്ടർ തിക്ക് വാൾ ഓഫ് ദി ഫ്രൂട്ട്സ് ഇൻ ആൻജിയോസ്പേംസ്. സപുഷ്പികളിലെ ഫലങ്ങളിൽ കാണപ്പെടുന്ന കട്ടിയുള്ള സംരക്ഷിത ബാഹ്യ ആവരണം. ഓപ്ഷൻസ്: പെരിസ്പേം, എൻഡോസ്പേം, പെരികാർപ്പ്, ഇൻഡഗുമെൻറ്റ്. ആൻസർ: തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ പെരികാർപ്പ് എന്നതാണ് ശരിയായ ഉത്തരം. ഫ്രൂട്ട്സിൻ്റെ ഔട്ടർ തിക്ക് വാളിന് പറയുന്ന പേരാണ് പെരികാർപ്പ്. ഇനി പാർട്ട് 2 എ ഭാഗത്തെ ക്വസ്റ്റ്യൻസ്. ആൻസർ എനി 2 questions from 7 to 9. ഈച്ച് ക്യാരീസ് 2 scores. 7 മുതൽ 9 വരെ ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഒബ്സർവ് ദി ഗിവൺ ഡയഗ്രം ഷോയിങ് ദി പ്രോസസ് ഓഫ് മെച്ചുറേഷൻ ഓഫ് ഇൻസുലിൻ. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഇൻസുലിൻ രൂപപ്പെടുന്നതിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. ക്വസ്റ്റ്യൻസ്: എ. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് പ്രോ ഇൻസുലിൻ. പ്രോ ഇൻസുലിൻ്റെ ഘടന വിശദീകരിക്കുക. ബി. വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ഓക്കർ ഇൻ പ്രോ ഇൻസുലിൻ വെൻ ഇറ്റ് ബിക്കംസ് മെച്യൂർ ഇൻസുലിൻ. പ്രോ ഇൻസുലിൻ പ്രവർത്തനക്ഷമമായ ഇൻസുലിനായി മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന പടം നിരീക്ഷിച്ചാൽ പ്രോ ഇൻസുലിൻ എന്ന് പറയുന്നതിൽ 3 കഷണങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ചെയിൻ എ, ചെയിൻ ബി ആൻഡ് ചെയിൻ സി. ചെയിൻ എയും ബിയും ഡൈസൾഫൈഡ് ബോണ്ടുകൾ കൊണ്ട് കണക്റ്റഡ് ആണ്. ഈ എയും ബിയും പെപ്റ്റൈഡ് ചെയിൻസ് സി പെപ്റ്റൈഡ് എന്ന 3ാമത്തെ ചെയിനുമായിട്ട് കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. ഈ 3 പെപ്റ്റൈഡ് ചെയിൻസും കൂടിച്ചേർന്ന് ഒന്നിച്ചിരിക്കുമ്പോൾ പറയുന്ന പേരാണ് പ്രോ ഇൻസുലിൻ. ഇത് ഇനാക്റ്റീവാണ്. സി പെപ്റ്റൈഡ് ഉള്ളതുകൊണ്ട് ഈ ഇൻസുലിൻ ഇനാക്റ്റീവാണ്. സോ പ്രോ ഇൻസുലിൻ ഈസ് ഇനാക്റ്റീവ്. പടത്തിൻ്റെ 2ാം ഭാഗം ശ്രദ്ധിച്ചാൽ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും തമ്മിൽ ഡൈസൾഫൈഡ് ബോണ്ടുകൾ കൊണ്ട് കണക്റ്റഡ് ആണ്. സി പെപ്റ്റൈഡ് സെപ്പറേറ്റഡ് ആണ്. സി പെപ്റ്റൈഡ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും മാത്രം ഉള്ള ഇൻസുലിൻ ആണ് ആക്റ്റീവ് ഇൻസുലിൻ. സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെച്ചുറേഷൻ ഓഫ് ഇൻസുലിൻ. മെച്ചുർ ഇൻസുലിനിൽ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും മാത്രമേ ഉള്ളൂ. ഈ 2 പെപ്റ്റൈഡ് ചെയിനുകളും കൂടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇൻസുലിൻ ഈസ് ആക്റ്റീവ്. സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും ആക്റ്റീവ് ഇൻസുലിനായി വർക്ക് ചെയ്യുന്നു. 8ാമത്തെ ചോദ്യം, മാച്ച് ദി ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. എ കോളം അസെക്ഷ്വൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, സൂസ്പോൾസ്, ബഡ്സ്, കൊണീഡിയ, ജെമ്യൂൾസ്. ബി കോളം ഓർഗാനിസംസ്, ഹൈഡ്ര, പെനിസിലിയം, സ്പോഞ്ചസ്, ക്ലാമിഡോമോണസ്. ആൻസർ: സൂസ്പോൾസ് ആർ ഫോർ ക്ലാമിഡോമോണസ്, ബഡ്സ് ആർ ഫോർ ഹൈഡ്ര, കൊണീഡിയ ഈസ് പെനിസിലിയം, ജെമ്യൂൾസ് ഫോർ സ്പോഞ്ചസ്. ഒന്നുകൂടെ പറയാം. സൂസ്പോൾസ് ക്ലാമിഡോമോണസ്, ബഡ്സ് ഹൈഡ്ര, കൊണീഡിയ പെനിസിലിയം, ജെമ്യൂൾസ് സ്പോഞ്ചസ്. ക്വസ്റ്റ്യൻ നമ്പർ 9. MOET ഈസ് ആൻ അഡ്വാൻസ്ഡ് അനിമൽ ബ്രീഡിംഗ് ടെക്നിക് ഫോർ ഹെർഡ് ഇംപ്രൂവ്മെൻറ്റ്. കന്നുകാലി പ്രജനന മേഖലയിൽ ഒരു നൂതന പ്രജനന പ്രക്രിയയാണ് MOET. എക്സ്പാൻഡ് MOET. വിച്ച് ഹോർമോൺ ഈസ് യൂസ്ഡ് ഫോർ സൂപ്പർ ഓവുലേഷൻ. MOETൻ്റെ പൂർണ്ണ രൂപം എഴുതുക. സൂപ്പർ ഓവുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത്? ആൻസർ: MOETയുടെ ഫുൾ ഫോം
മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഇതിൽ സൂപ്പർ ഓവുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോണിൻ്റെ പേര് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി പാർട്ട് 2-ലെ ബി സെക്ഷൻ. ആൻസർ എനി 2 questions ഫ്രം 10 to 13. ഈച്ച് ക്യാരീസ് 2 scores. 10 മുതൽ 13 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരമെഴുതുക. 2 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഡിസ്റ്റിങ്വിഷ് യൂറിഹലൈൻ ആൻഡ് സ്റ്റീനോഹലൈൻ ഓർഗാനിസംസ്. യൂറിഹലൈൻ ജീവികളും സ്റ്റീനോഹലൈൻ ജീവികളും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഈ 2 വിഭാഗം ജീവികളും സലൈൻ വാട്ടറിൽ ജീവിക്കുന്നവയാണ്. യൂറിഹലൈൻ ഓർഗാനിസംസ് ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് salinity. സ്റ്റീനോഹലൈൻ ഓർഗാനിസംസ് ക്യാൻ ടോളറേറ്റ് നാരോ റേഞ്ച് ഓഫ് salinity. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ക്വസ്റ്റ്യൻ 11. ഇൻ മെനി പ്ലാന്റ്സ് മോർ ദാൻ 1 embryo ഈസ് സീൻ ഇൻ 1 seed. നെയിം ദി ഫിനോമിനൻ വിത്ത് ആൻ എക്സാമ്പിൾ. ചില സസ്യങ്ങളിൽ വിത്തിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ഭ്രൂണം കാണപ്പെടുന്ന പ്രതിഭാസം ഏതെന്ന് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. ആൻസർ. പോളിഎംബ്രിയോണി ഈസ് ദി ഫിനോമിനൻ ഇൻ വിച്ച് മോർ ദാൻ 1 embryo ഈസ് സീൻ ഇൻ 1 seed. ഉദാഹരണം ഓറഞ്ച്, സിട്രസ് ആൻഡ് മാംഗോ. ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതിയാൽ മതി. പൈൻ ട്രീ പോലെയുള്ള ജിംനോസ്പേമുകളിൽ പോളിഎംബ്രിയോണി സാധാരണ സംഭവമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. റൈറ്റ് എനി 2 points ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സക്സസ്ഫുൾ പൗൾട്രി ഫാം മാനേജ്മെൻറ്റ്. കോഴി വളർത്തൽ വിജയകരമായി നടത്തുന്നതിന് സഹായകമായ പ്രധാനപ്പെട്ട 2 വസ്തുതകൾ എഴുതുക. ആൻസർ. സെലക്ഷൻ ഓഫ് ഗുഡ് ബ്രീഡ്, that is high yielding and disease resistant. They have to be housed well, provide proper food and water, keep proper records, vaccination, etc. ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 13. Given below are the different stages of hydrarch succession. ജലത്തിൽ നടക്കുന്ന പ്രാഥമിക അനുക്രമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഫോറസ്റ്റ്, മാർഷ് മെഡോ, ഫൈറ്റോപ്ലാങ്ക്ടൺ, റീഡ് സ്വാംപ്, സബ്മർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് സ്റ്റേജ്, സ്ക്രബ്, സബ്മർജ്ഡ് പ്ലാന്റ് സ്റ്റേജ്. Write down the pioneer species and climax community. Arrange the stages in correct sequential order. ഇതിൽ നിന്നും പൈനിയർ സ്പീഷീസും ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയും എടുത്തെഴുതുക. ഹൈഡ്രാർക്ക് അനുക്രമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ശരിയായ ക്രമത്തിൽ എഴുതുക. ആൻസർ. ഹൈഡ്രാർക്ക് സക്സഷനിൽ ഏറ്റവും ആദ്യത്തെ സ്പീഷീസായിട്ടുള്ള പൈനിയർ സ്പീഷീസ് എന്ന് പറയുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺ ആണ്. ഇനി ആ സക്സഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തെ സ്റ്റേജായിട്ടുള്ള ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. ഇനി ഹൈഡ്രാർക്ക് സക്സഷൻ്റെ വിവിധ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൈറ്റോപ്ലാങ്ക്ടൺ, സബ്മർജ്ഡ് പ്ലാന്റ് സ്റ്റേജ്, സബ്മർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാന്റ് സ്റ്റേജ്, റീഡ് സ്വാം സ്റ്റേജ്, മാർഷ് മെഡോ സ്റ്റേജ്, സ്ക്രബ് സ്റ്റേജ് ആൻഡ് ഫോറസ്റ്റ് സ്റ്റേജ്. ഇത് തെറ്റുകൂടാതെ അതേ ക്രമത്തിൽ എഴുതണം. ഇനി പാർട്ട് 3 സെക്ഷൻ. ആൻസർ എനി 3 questions ഫ്രം 14 to 17. ഈച്ച് ക്യാരീസ് 3 scores. 14 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരമെഴുതുക. 3 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 14. ദി ഇക്വേഷൻ ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ഗിവൺ ബിലോ. ജനസാന്ദ്രതയെ സംബന്ധിക്കുന്ന ഒരു സമവാക്യം താഴെ കൊടുത്തിരിക്കുന്നത്. N+1 equals Nt+B+I minus D+E. Question. A. What does D and E stands for? സമവാക്യത്തിൽ ഡിയും ഇയും എന്തിനെ സൂചിപ്പിക്കുന്നു? ബി. റൈറ്റ് 2 factors which increase the population density. ജനസാന്ദ്രത വർധനവിന് സഹായകമായ 2 ഘടകങ്ങൾ എഴുതുക. ആൻസർ. ഡി ഇൻഡിക്കേറ്റ്സ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് ആൻഡ് ഇ ഇൻഡിക്കേറ്റ്സ് എമിഗ്രേഷൻ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോപ്പുലേഷനിൽ നിന്ന് വ്യക്തികൾ നീങ്ങിപ്പോകുന്നതിനാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. ആൻസർ ടു ബി ക്വസ്റ്റ്യൻ. പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ വർധനവിന് കാരണമാകുന്ന 2 ഫാക്ടേഴ്സ് ഇമിഗ്രേഷനും ബർത്ത് റേറ്റും ആണ്.
Question number 15. Increase in the level of greenhouse gases lead to overheating of Earth's atmosphere. ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവ് മൂലം ഭൂമിയുടെ അന്തരീക്ഷം ക്രമാതീതമായി ചൂടുപിടിക്കുന്നു. എ. നെയിം ദി ഫിനോമിനൻ. ഈ പ്രതിഭാസത്തിൻ്റെ പേര് എഴുതുക. ബി. സ്റ്റേറ്റ് എനി ടു കോൺസിക്വൻസസ് ഓഫ് ദിസ് ഫിനോമിനൻ. ഈ പ്രതിഭാസം മൂലമുണ്ടാകുന്ന അനന്തരഫലങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക. Answer to A is global warming. Answer to B part affects weather and climate. Melting of polar ice caps and Himalayan snow caps over many years leads to rise in sea level. Affect crop productivity. Risks for human health, causes various diseases. Wildlife extinction. More acidic oceans. Floods, drought, etc. ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ എഴുതുക. Question number 16. Observe the given ecological pyramid in an aquatic ecosystem. ജല ആവാസ വ്യവസ്ഥയിൽ കാണുന്ന ഒരു ഇക്കോളജിക്കൽ പിരമിഡ് താഴെ കൊടുത്തിരിക്കുന്നു. Question. Identify the type of pyramid and reason out why the pyramid is inverted. പിരമിഡ് ഏത് തരമാണ് എന്ന് തിരിച്ചറിയുക. പിരമിഡ് തല കീഴായതിന് കാരണം എഴുതുക. Answer. The type of pyramid given is pyramid of biomass. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡ്രൈ വെയ്റ്റ് ആണ് ഓരോ ട്രോഫിക് ലെവലിലും എന്നുള്ളത് കൊണ്ട് വെയ്റ്റ് ഇൻഡിക്കേറ്റ്സ് ബയോമാസ്. ഇത് ഇൻവെർട്ടഡ് ആവാനുള്ള കാരണം ഹിയർ ബയോമാസ് ഓഫ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ദാറ്റ് ഈസ് phytoplanktons is much less than primary consumers that are zooplanktons. അതായത് ഫൈറ്റോപ്ലാങ്ക്ടൺസ് ആയിട്ടുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൻ്റെ വെയ്റ്റും പ്രൈമറി കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള സുവോപ്ലാങ്ക്ടൺസിൻ്റെ വെയ്റ്റും താരതമ്യപ്പെടുത്തുമ്പോൾ സുവോപ്ലാങ്ക്ടൺസിന് വെയ്റ്റ് കൂടുതലാണ്. അതായത് പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ വെയ്റ്റ് കൂടുതലും പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൻ്റെ വെയ്റ്റ് കുറവുമായിട്ടിരിക്കുമ്പോൾ പിരമിഡ് ഇൻവെർട്ടഡ് ആകുന്നു. Question number 17. BT cotton is an example of genetically engineered plant. ജനിതക മാറ്റം വരുത്തിയ സസ്യങ്ങളുടെ ഒരു ഉദാഹരണമാണ് BT cotton. നെയിം ദി ജീൻ റെസ്പോൺസിബിൾ ഫോർ BT ടോക്സിൻ പ്രൊഡക്ഷൻ. BT ടോക്സിൻ്റെ നിർമ്മാണത്തിന് കാരണമായ ജീൻ ഏത്? എക്സ്പ്ലെയിൻ ഹൗ BT ടോക്സിൻ കിൽ ദി ഇൻസെക്റ്റ്. എപ്രകാരമാണ് ഈ വിഷം ഷഡ്പദങ്ങളെ ഇല്ലാതാക്കുന്നത് എന്ന് വിശദീകരിക്കുക. ആൻസർ. ദി ജീൻ റെസ്പോൺസിബിൾ ഫോർ BT ടോക്സിൻ പ്രൊഡക്ഷൻ ഈസ് ക്രൈ ജീൻ. ഈ ക്രൈ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിസൺ എങ്ങനെയാണ് ഇൻസെക്റ്റിനെ കൊല്ലുന്നത് എന്ന് നോക്കാം. വെൻ ആൻ ഇൻസെക്റ്റ് ഇൻജസ്റ്റ് ദി ഇനാക്റ്റീവ് ടോക്സിൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ആക്റ്റീവ് ടോക്സിൻ ഡ്യൂ ടു ദി ആൽക്കലൈൻ pH ഓഫ് ദി ഗട്ട് which solubilize the crystals. The activated toxin binds to the surface of midgut epithelial cells and create pores that cause cell swelling and lysis and eventually leads to the death of the insect. Part 3 subsection B. Answer the following question carries 3 scores. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ. Question number 18. വെഹിക്കുലാർ എമിഷൻ ഈസ് ദി മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ. വായു മലിനീകരണത്തിൻ്റെ പ്രധാന കാരണം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. എ. റൈറ്റ് 4 സ്റ്റെപ്സ് ടേക്കൺ ബൈ ഡൽഹി ഗവൺമെൻറ് ഫോർ റെഡ്യൂസിങ് വെഹിക്കുലാർ പൊല്യൂഷൻ. വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ഡൽഹി സർക്കാർ സ്വീകരിച്ച നടപടികൾ ഏതെങ്കിലും 4 എഴുതുക. ബി. വാട്ട് ഈസ് CNG? എന്താണ് CNG? ആൻസർ. എ. proper maintenance of vehicles, use of low sulfur petrol and diesel, use of catalytic converter, implement new auto fuel policy, use of CNG, use of unleaded petrol. ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതുക. ആൻസർ ടു ബി ക്വസ്റ്റ്യൻ കമ്പസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് CNG. ഇനി പാർട്ട് 4. Answer any one question from 19 to 20. Each carries 5 scores. 19 മുതൽ 20 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരമെഴുതുക. 5 സ്കോർ. Question number 19.
The given diagram depicts the separation of DNA fragments. DNA കഷ്ണങ്ങൾ വേർതിരിക്കുന്ന സാങ്കേതിക ഉപാധിയാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എ. ഐഡൻറ്റിഫൈ ദി ടെക്നിക്. ഈ സാങ്കേതികതയുടെ പേരെന്ത്? ബി. ഹൗ ക്യാൻ യു വിഷ്വലൈസ് ദി സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ദിസ് ടെക്നിക്. DNA കഷ്ണങ്ങളെ ഈ പ്രക്രിയയിൽ എങ്ങനെയാണ് കാണാൻ സാധ്യമാകുന്നത്? സി. വാട്ട് ഈസ് ഇല്യൂഷൻ. ഇല്യൂഷൻ എന്നാൽ എന്ത്? ആൻസർ. ഈ സാങ്കേതിക വിദ്യയുടെ പേരാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ആൻസർ ടു ബി പാർട്ട്. സെപ്പറേറ്റഡ് DNA fragments can be visualized after staining with ethidium bromide followed by exposure to UV light, ultraviolet light. Answer to C question. Separated bands of DNA are cut out from the agarose gel and extracted from the gel piece. This is called elution. Question number 20. Given below is the diagram of a mature embryo sac in angiosperm. സപുഷ്പികളിലെ പൂർണ്ണ വളർച്ചയെത്തിയ എംബ്രിയോ സാക്കിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ലേബൽ ദി പാർട്സ് എ, ബി, സി ആൻഡ് ഡി. ചിത്രത്തിലെ എ, ബി, സി, ഡി ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ദ്വിബീജസങ്കലനം എന്നാൽ എന്ത്? മെൻഷൻ ദി പ്ലോയിഡി ഓഫ് സൈഗോട്ട് ആൻഡ് പെൻ. സിക്താണ്ഡത്തിൻ്റെയും പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെയും പ്ലോയിഡി എഴുതുക. ആൻസർ. എ. സൈനർജിഡ്സ്. ബി. സെക്കൻഡറി ന്യൂക്ലിയസ് ഓർ പോളാർ ന്യൂക്ലിയസ്. സി. ആൻറ്റിപോഡൽസ് ആൻഡ് ഡി. ഫിലിഫോം apparatus. In angiosperms during fertilization, triple fusion and syngamy occurs. These two processes together known as double fertilization. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ ട്രിപ്പിൾ ഫ്യൂഷൻ വഴി ഉണ്ടാകുന്ന പെൻ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന് ട്രിപ്ലോയിഡ് കണ്ടീഷനും സിംഗാമി വഴി ഉണ്ടാകുന്ന സൈഗോട്ടിന് ഡിപ്ലോയിഡ് കണ്ടീഷനും ആയിരിക്കും. എല്ലാവർക്കും ഉന്നത വിജയം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ രാജു സയൻസ് വേൾഡ് for more videos.